സുഹൃത്തുക്കളെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഒരു വിശകലനം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. CPIM-ൻ്റെ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജും UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തും അതോടൊപ്പം മറ്റൊരു മുന്നണിയായി PV അൻവറും BJP NDA മുന്നണിയായി BJPയുടെ സ്ഥാനാർത്ഥിയും അങ്ങനെ ഒരു പറ്റം സ്ഥാനാർത്ഥികളുടെ മത്സരത്തിനിടയിൽ ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടിന് വിജയിച്ചതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുന്നത് സത്യത്തിൽ ആര്യാടൻ ഷൗക്കത്താണോ വിജയിച്ചത്, അതല്ല M സ്വരാജ് തോറ്റിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ പാർട്ടി സെക്രട്ടറി പറയണത് നമ്മൾ തോറ്റിട്ടില്ല. പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണം 2021 VV പ്രകാശിന് കിട്ടിയ വോട്ടിനേക്കാൾ 790 വോട്ട് കുറവാണ് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അന്ന് PV അൻവർ ആയിരുന്നു LDF സ്ഥാനാർത്ഥി. അന്ന് PV അൻവറിന് കിട്ടിയ 81,227 വോട്ടാണ്. കണക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സത്യത്തിൽ നമ്മൾ തോറ്റിട്ടില്ല. സാങ്കേതികമായിട്ട് നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ പോലും സത്യത്തിൽ നമ്മൾ തോറ്റിട്ടില്ല. നമ്മൾ തോറ്റത് എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കുകയാണ് നമ്മൾ. ഇന്നലെ ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊരു ട്രോൾ കണ്ടു. സത്യത്തിൽ അത് മുസ്ലിം ലീഗുകാരെ ട്രോളിങ് കണ്ട് പണ്ട് സഖാക്കൾ ഇറക്കിയതാണ്. അതിപ്പോൾ തിരിച്ച് കുത്തുകയാണ്. CPM-നെ തോൽപ്പിക്കാനല്ല പണി, സഖാക്കളെ തോൽപ്പിക്കാനല്ല പണി, തോറ്റിക്കണ് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് വലിയൊരു പണി എന്നുള്ളത്. അങ്ങനെയല്ല, ഞങ്ങൾ തോറ്റിട്ടില്ല. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കൊടുത്തുള്ളൊരു പിഴവാണത്. ഇത് സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷന് വരെ പിഴച്ചതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് അതിൽ യാഥാർത്ഥ്യം. കഴിഞ്ഞ വർഷം VV പ്രകാശിന് കിട്ടിയ 78,527 വോട്ടിൽ 790 വോട്ട് കുറച്ച് ഇപ്രാവശ്യം ആര്യാടൻ ഷൗക്കത്തിന് 77,737 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതോടൊപ്പം CPM-ൻ്റെ സ്ഥാനാർത്ഥി M സ്വരാജിന് 66,660 വോട്ടും PV അൻവറിന് 19,790 വോട്ടുമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ രണ്ട് വോട്ടുകളും കൂടി ഈ CPM-ൻ്റെയും PV അൻവറിൻ്റെയും വോട്ടുകൾ കൂട്ടിയാൽ 86,420 വോട്ടായി. അവിടെയാണ് പേച്ച്. അതാണ് സംഭവം. ഇത് ഇലക്ഷൻ കമ്മീഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പറ്റിയൊരു പാൾട്ടാണ്, ഒരു പിഴവാണത്. ഇത് സ്പ്ലിറ്റ് ചെയ്തെങ്ങാണ്ട് എണ്ണിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതല്ലെങ്കിൽ 86,420 വോട്ടിന് LDF ജയിക്കേണ്ട, രണ്ട് സ്ഥാനാർത്ഥികളായിട്ട് നിന്ന് മത്സരിച്ച് LDF ജയിക്കേണ്ട സ്ഥാനത്ത് ഇവിടെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എണ്ണിയതോടുകൂടി രണ്ട് വിഭാഗമാക്കിയാണ് എണ്ണിയതോടുകൂടി 77,000 വോട്ട് നേടിയ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയാണ് ഉണ്ടായത്. 11,077 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, സാങ്കേതികമായിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം. നമുക്ക് MLA സ്ഥാനമൊന്നും ഇല്ലെങ്കിലും നമ്മൾ തോറ്റിട്ടില്ല. ഇവിടെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. വോട്ടർമാരെ തെറ്റിദ്ധരിച്ചെങ്ങാണ്ടാണ് ഇത് സംഭവിച്ചത്. കാരണം നമ്മുടെ പ്രചരണത്തിൽ മുഴുവൻ, നമ്മൾ നാട്ടിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ എണ്ണി പറഞ്ഞു. നിലമ്പൂരിലൂടെ പോകുന്ന സകല പുഴക്കും പാലുണ്ടാക്കിയതും, തോടിന് പാലുണ്ടാക്കിയതും, റോഡുണ്ടാക്കിയതും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എണ്ണി പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ പോയൊരു കാര്യം, PV അൻവർ നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളത് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PV അൻവർ ആണല്ലോ ആ സമയത്തൊക്കെ MLA. അപ്പോൾ ജനങ്ങൾ PV അൻവറും കൂടി മത്സരരംഗത്തുണ്ടായപ്പോൾ ഇവർ ഈ മണ്ഡലം വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി രണ്ടാളെ മത്സരിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. രണ്ടു കൂട്ടർക്കും വോട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 19,790 വോട്ട്, 760 വോട്ട്, 19,760 വോട്ട് PV അൻവറിനും 66,660 വോട്ട് സഖാവ് സ്വരാജിനും കിട്ടി. ഇവർ രണ്ടും LDF സ്ഥാനാർത്ഥികളാണോ എന്ന് നിലമ്പൂരിലെ വോട്ടർമാർ തെറ്റിദ്ധരിച്ചു എന്നാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലെങ്കിൽ എങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നു? ആര്യാടൻ ഷൗക്കത്തിന് ജയിക്കാനുള്ള ഒരു സാധ്യതയും ആ മണ്ഡലത്തിലില്ല എന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്വരാജിനെ പോലുള്ളൊരു അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലേക്ക് നിർത്താൻ പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും നമുക്ക് പരാജയം
സംഭവിച്ചതുപോലെ ഒരു കാര്യത്തിലേക്ക് പോയി. സംഭവിച്ചു എന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തോറ്റിട്ടില്ല. കാരണം അൻവർ നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളത് നമ്മൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തതിൻ്റെ ഒരു കാരണത്താൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ച് രണ്ട് കൂട്ടർക്കും കൂടി വോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചു പോയത്. നമ്മൾ സത്യത്തിൽ 86,420 വോട്ടാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ, അതായത് CPM സ്ഥാനാർത്ഥിക്കും PV അൻവറിനും കൂടി കിട്ടുക. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 81,227 വോട്ടുള്ളൂ LDF സ്ഥാനാർത്ഥി PV അൻവർ ആയിരുന്ന സമയത്ത്. അന്ന് പക്ഷേ LDF ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലാറെ 5,193 വോട്ട് നമുക്ക് കൂടുതലാണ് ഇപ്രാവശ്യം. ഈ രണ്ട് വോട്ടും കൂട്ടിയിട്ട് LDFൻ്റെയും PV അൻവറിൻ്റെയും വോട്ട് കൂട്ടിയാൽ കിട്ടുന്ന വോട്ടിൽ നിന്ന് 77,737 കുറച്ചാൽ പോലും 8,683 വോട്ടിന് സ്വരാജ് അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി, സ്വരാജ് എന്നല്ല LDF സ്ഥാനാർത്ഥി ജയിക്കേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ചെറിയൊരു പിഴവ്. ഇവരിത് രണ്ട് ഇതാക്കിയാണ് എണ്ണിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ തോറ്റതായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നത്. അതിൽ നമ്മൾ പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. വേറെ മാർഗ്ഗമൊന്നും ഇപ്പം നമുക്കില്ല. കാരണം എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആര്യാടൻ ഷൗക്കത്തിന് 790 വോട്ട് VV പ്രകാശൻ്റെ ഇലാറെ കുറവാണ്. അത് വെച്ച് ശരിക്കും നമ്മൾ ആര്യാടൻ ഷൗക്കത്ത് തോറ്റതായിട്ട് പ്രഖ്യാപിക്കണം. കാരണം എന്താ വെച്ചാൽ 790 വോട്ട് കുറവാകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്ര വോട്ട് കിട്ടിയിട്ടില്ല കോൺഗ്രസ്സിന്. അങ്ങനെ ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് MLA സ്ഥാനം കിട്ടണില്ല. കാരണം എന്താ വെച്ചാൽ ഔദ്യോഗികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ വിജയമായിട്ട് പ്രഖ്യാപിച്ചത് ആര്യാടൻ ഷൗക്കത്തിനെയാണ്. 11,077 വോട്ട് നമുക്ക് കിട്ടിയതിനേക്കാൾ നമ്മുടെ രണ്ട് സ്ഥാനാർത്ഥികളായി എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ പോയതാണത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും 10 മാസത്തിനല്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം ഈ തെറ്റിദ്ധാരണയൊക്കെ തിരുത്തിയിട്ട് അടുത്ത പ്രാവശ്യം നല്ലൊരു സ്ഥാനാർത്ഥിനെ നിർത്തിക്കാണ്ട് ആ മണ്ഡലം തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. നോ പ്രോബ്ലം. പിന്നെ ഭരണവിരുദ്ധ വികാരം അതൊന്നും മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കണ്ടെത്തൽ. ഭരണവിരുദ്ധ വികാരം ഒന്നുമില്ല. കാരണം ഏകദേശം 77,737 വോട്ട് കോൺഗ്രസിനും 19,760 വോട്ട് PV അൻവറിനും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഏകദേശം 1,00,000-ഓളം വോട്ട്. പിന്നെ BJPൻ്റെ വോട്ട് വേറെ 8,568 അങ്ങനെ എന്തോ ഒരു 658 അങ്ങനെ എന്തോ ഒരു വോട്ട് BJPക്കും ഉണ്ട്. ഒക്കെ പാടെ കൂട്ടിയാൽ ഏകദേശം ഒരു 1,00,000 വോട്ടിൻ്റെ മുകളിൽ CPM എതിര് വോട്ടുണ്ട്. CPM കിട്ടിയ വോട്ട് കറകളഞ്ഞ പാർട്ടി സഖാക്കളെ വോട്ട് 66,660 വോട്ടാണ്. അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വീണ വോട്ട്, അതാണ് കറകളഞ്ഞ CPM പ്രവർത്തകരുടെ വോട്ട്. അപ്പോൾ നമുക്ക് ഒരു 1.5 ലക്ഷം 1,00,000-ൻ്റെ മുകളിൽ വോട്ട് നമുക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരമൊന്നും നിലമ്പൂരില്ല. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മളെ കാഴ്ചപ്പാട്, നമ്മളെ പാർട്ടിയുടെ ഒക്കെ വിലയിരുത്തൽ. പിന്നെ ഇപ്പോൾ പാർട്ടി പുതിയൊരു അന്വേഷണത്തിനൊക്കെ മുതിരുന്നുണ്ട്. കാരണം എങ്ങനെ തോൽക്കാണ്ടായ കാരണം എന്താണ്, ഇത്രയും കാര്യങ്ങൾ 2,000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ നടപ്പാക്കിയിട്ടും എങ്ങനെ തോറ്റു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയാണ്ടുള്ളൊരു അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നേക്കുന്നുണ്ട്. സത്യത്തിൽ അത്ര തോനെ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും ഒരു കമ്മീഷനെ വെച്ച് കണ്ട് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ അതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെ തോറ്റു എന്ന് ചോദിച്ചാൽ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്തില്ല. ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയ അത്ര വോട്ട്, ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയതിൻ്റെ മേലേക്ക് വോട്ട് നമുക്ക് നമ്മളെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ രണ്ട് സ്ഥാനാർത്ഥികളാണ് എന്നുള്ളൊരു ഒരു ഒരു പ്രതീതി നാട്ടിൽ പോവുകയും ചെയ്തു. രണ്ടാളും ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ ചെയ്തുകൊണ്ട് ജനങ്ങളെ രണ്ടാൾക്കാണ് വോട്ടും ചെയ്തു. രണ്ടും കൂട്ടൂല ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത്, രണ്ടും കൂടി ഒന്നായിട്ടല്ല കൂട്ടുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനും പറ്റിയില്ല ജനങ്ങളോട്. അങ്ങനെയൊക്കെ പാടെ സംഭവിച്ചൊരു തെറ്റിദ്ധാരണ പുറത്ത് വന്നൊരു വിജയമാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പറയുന്നത് പാലങ്ങൾ ഉണ്ടാക്കിയിരിക്കണ്, കുറേ റോഡുകൾ ഉണ്ടാക്കിയിരിക്കണ്, മാനവേദന സ്കൂളിൽ 35 കോടി ഉറുപ്പ്യോളം ചെലവഴിച്ച് കണ്ട് എന്തൊക്കെയോ ചെയ്തിരിക്കണ്, സ്റ്റേഡിയം ഉണ്ടാക്കിയിരിക്കണ്. മനവേദന സ്കൂളിൽ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവിടെ കൊണ്ട് സോൾവ് ആകുകയാണ്. ഒന്ന് വന്യജീവി പ്രശ്നങ്ങൾ സോൾവ് ആകും അതോടുകൂടി. ഇവിടെ വനവേദന ഗ്രൗണ്ട് ഉണ്ടല്ലോ. പിന്നെ അതേപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നമ്മളാ കാര്യത്തിൽ MP രാജേഷിനെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണത്. MP രാജേഷ് വന്നതിന് ശേഷം പൊതുമരാമത്ത് വകുപ്പിൽ വന്ന മാറ്റങ്ങൾ
അത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അതും കൂടി ആകാം ചിലപ്പോൾ നമ്മുടെ തോൽവിക്ക്, നമ്മൾ ഈ സാങ്കേതികമായിട്ടുള്ള തോൽവിക്ക് കാരണം. അല്ലാതെ മറ്റൊരു കാരണമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം സാധാരണക്കാരെ ബാധിക്കുന്ന പല വിഷയങ്ങളും ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട്, പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടല്ലോ, ഇപ്പം നിലവിലുണ്ട്. കാരണം ഒരു വീട് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ഒരു വീട് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 2500-3000 റുപ്യൊക്കെ പഞ്ചായത്തിൽ പെർമിറ്റ് എടുക്കാൻ വേണ്ടി ഫീസ് അടച്ചാൽ മതിയായിരുന്നു. അത് ഇപ്പോൾ ഒരു 30,000 റുപ്യ, 25,000-നും 30,000-നും 40,000-നൊക്കെ ഇടയിലുള്ള സംഖ്യ ആയിട്ടാണ് സ്ക്വയർ ഫീറ്റിന് അനുസരിച്ച് അത് വരും ഇപ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് എം പി രാജേഷ് വന്നതിന് ശേഷം, ഈ 2021 LDF മന്ത്രിസഭ വന്നതിന് ശേഷമൊക്കെ വന്നൊരു നല്ലൊരു മാറ്റമാണത്. അപ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായി മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പ്രശ്നം, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വഴിക്കടവ് ഒരു മരണം, പിന്നെ വിലക്കയറ്റം ചെറുതായിട്ടാണെങ്കിലും വിലക്കയറ്റം. പിന്നെ നമ്മൾ പറയുന്നത് വിലക്കയറ്റം ഉണ്ടായിട്ടില്ല, സപ്ലൈകോയിൽ ഒന്നും വിലക്കയറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. സപ്ലൈകോയിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിലല്ലേ വിലക്കയറ്റത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരു മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലോ, അതല്ലെങ്കിൽ ഒരു 2-3 പഞ്ചായത്തിൽ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സപ്ലൈകോ ഉണ്ടാകുക, ഒരു മാവേലി സ്റ്റോർ. അവിടെ ആദ്യത്തെ ഒരാഴ്ച തന്നെ സാധനം മുഴുവൻ കിട്ടൂല. പിന്നെ അതോടുകൂടി പ്രശ്നങ്ങൾ സോൾവ് ആവില്ലല്ലോ. അപ്പോൾ പിന്നെ വിലക്കയറ്റം ഒരു പ്രശ്നമായി വരികയാണ്. പിന്നെ വൈദ്യുതിൻ്റെ ചാർജ്, അതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ഗുണം ഉള്ള കാര്യങ്ങളാണല്ലോ. ഒരുപാട് വൈദ്യുതി ചാർജ് കൂട്ടിയത്. പിന്നെ പെട്രോളിന് നമ്മൾ 2 റുപ്യ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കൂട്ടിയിട്ടുണ്ട്. അതും തന്നെ സാധാരണക്കാരായ ആളുകളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും ആര്യട ഷൗക്കത്തിൻ്റെ വിജയത്തിന്. എന്നിരുന്നാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മളെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും സാങ്കേതികമായിട്ട് മാത്രമാണ് ആര്യട ഷൗക്കത്തിൻ്റെ വിജയം. സത്യത്തിൽ നമ്മൾ തോറ്റിട്ടില്ല. നമ്മൾ 8683 വോട്ട് ഭൂരിപക്ഷത്തിൽ നമ്മൾ വിജയിക്കേണ്ടതായിരുന്നു. PV അൻവറിൻ്റെ വോട്ടും കൂടി നമ്മളൊപ്പം കൂട്ടി എണ്ണുകയാണെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ എണ്ണിയില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത തെരഞ്ഞെടുപ്പിൽ നല്ലൊരു സ്ഥാനാർത്ഥിനെ നിർത്തിയാണ്. ഒരാളെ നിർത്തിയാൽ 2 ആളെ നിർത്തരുത്. 2 ആളെ നിർത്തി കഴിഞ്ഞാലാണ് ഈ പ്രശ്നം. 2 ആളെ നിർത്തി കഴിഞ്ഞാൽ 2 ആളും കൂടി ഒന്നിച്ച് എണ്ണൂല. 2 ആളത്തിന് 2 ആയിട്ടാണ് എണ്ണുന്നത്. ഇപ്പോൾ നമുക്കൊരു പാടാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതായാലും ആര്യട ഷൗക്കത്തിന് 10 മാസമല്ലേ ഉള്ളൂ. മൂപ്പര് കുറേ കാലമായി ഇത് കൊതിച്ച് നടക്കുന്ന ഒരാളുമാണ്. അപ്പോൾ മൂപ്പര് പേര് 10 മാസം ഒരു MLA സ്ഥാനം കിട്ടട്ടെ, MLA സ്ഥാനത്തിരിക്കട്ടെ. അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല LDF വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാണ്ട് കൂട്ടമായ പ്രവർത്തനങ്ങളിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്താം. അത്രയും പറയാൻ പറ്റുള്ളൂ. കിട്ടിയാൽ കിട്ടി, അത്രയും പറയാൻ പറ്റുള്ളൂ. അല്ല വേറെ ഒന്നും പറയാൻ പറ്റില്ല. ആര്യട ഷൗക്കത്തിനേക്ക് ഞാൻ മണ്ഡലം കിട്ടും നിങ്ങളാരും കരുതണ്ട. ഓക്കെ എന്നാൽ ബൈ ബൈ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മളെ തോൽവിയിൽ മറ്റൊരു കാര്യം, നമ്മൾ തോറ്റിട്ടില്ല. നമ്മൾ സാങ്കേതികമായിട്ടാണെങ്കിൽ പോലും നമ്മൾ തോറ്റു എന്ന് പറയാനുള്ള ഒരു കാരണം നമ്മുടെ മദ്യനയം. നമ്മൾ 2016 പ്രകടന പത്രികയിൽ പറഞ്ഞ മദ്യനയം, വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരാളെ വിശ്വസിപ്പിച്ചുങ്ങാണ്ട് വഞ്ചിക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിക്കാണ്. അതിന് ജനങ്ങൾ പ്രതികരിക്കും. അപ്പോൾ നമ്മുടെ മദ്യനയം എന്തായിരുന്നു എന്നോ ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാനതിവിടെ കൊടുക്കാം. ഓക്കെ, സ്ക്രീനിൽ ഒന്ന് ആഡ് ചെയ്യുകയും ചെയ്യാം. ഞാനൊന്ന് വായിച്ചും കേൾപ്പിക്കാം. മദ്യനയം 2016 പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് ആർക്കും ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ കിട്ടും. 2016 LDF മാനിഫെസ്റ്റോ എന്നടിച്ചാൽ വരും. മലയാളം കൂടി ഒപ്പം കൂട്ടി കൊടുത്താൽ അതിൻ്റെ PDF മലയാളത്തിലാണ് വരും. അതിൽ 67ാമത്തെ പേജിൽ ഉള്ളതാണ് മദ്യനയം. മദ്യം കേരളത്തിൽ ഗുരുതരമായ ഒരു സാമൂഹിക വിപത്തായി മാറിയിട്ടുണ്ട്. മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടത്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക. മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇതിനായി സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ അതിവിപുലമായ ഒരു ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനത്തിന് രൂപം നൽകും. ഡി അഡിക്ഷൻ സെൻ്ററുകൾ സ്ഥാപിക്കും. മദ്യവർജന സമിതിയും സർക്കാരുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തും. മദ്യം പോലെ സാമൂഹ്യ ഭീഷണിയായി കഞ്ചാവും മയക്കുമരുന്നും വ്യാപകമാവുകയാണ്. ഇതിനെതിരെ അതികർശനമായ നടപടികൾ സ്വീകരിക്കും. സ്കൂളുകളിൽ മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണം 8 മുതൽ 12 വരെ ക്ലാസുകളിൽ ഉൾപ്പെടുത്തും. മദ്യം ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 23 ഉയർത്തും. 2016 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ LDF മുന്നണി ജനങ്ങളുടെ മുന്നിൽ വെച്ച പ്രകടന പത്രികയിലെ മദ്യനയത്തിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഞാനിപ്പോൾ ഈ വായിച്ചത്. ഇനി ഇതിൻ്റെ ഒപ്പം ഞാനൊരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം. ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം കൂട്ടി ചേർക്കാം. ആ വീഡിയോയും കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയണേ 554 നമ്പർ ഇട്ടുകൊണ്ട് പറയുന്ന കാര്യം, സ്കൂളുകളിൽ മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണം 8 മുതൽ 12 വരെ ക്ലാസുകളിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾ ഈ വീഡിയോയും കൂടി ഒന്ന് കാണി. അത് കണ്ടതിന് ശേഷം ഈ മദ്യനയം എങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ LDF സർക്കാർ നടപ്പാക്കുന്നത്, ഇതിൽ എത്രത്തോളം നമ്മൾ ആളുകളോട് ഇതിൽ നീതി പുലർത്തി, ഈ പ്രകടന പത്രികയോട് നീതി പുലർത്തി എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് എത്രത്തോളം മദ്യത്തിൻ്റെ ലഭ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കത് നല്ല അനുഭവമുള്ളതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ മാറി പുതിയതായിട്ടൊരു ബീവറേജ് കോർപ്പറേഷൻ 1.5 വർഷമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ KSRTC സ്റ്റാൻഡുകളിലൊക്കെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ മദ്യത്തിനായിട്ടൊരു ഏരിയ ഉണ്ടാക്കണം എന്നുള്ള പുതിയ നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. മദ്യം ഓൺലൈനല്ല മറ്റേ ഡെലിവറി വാഹനങ്ങൾ, അതായത് നമ്മൾ ഐസ്ക്രീമൊക്കെ കൊണ്ടുനടക്കുമല്ലോ നാട്ടിൽ കൂടെ, ഐസ്ക്രീമൊക്കെ കൊണ്ടുനടക്കണ മാതിരി വാഹനങ്ങളിൽ മദ്യവുമായിട്ട് പോകുന്ന ഡെലിവറി വാഹനങ്ങൾ അതിന് സജ്ജീകരിക്കും എന്നൊക്കെ പറയണ കേൾക്കണ് എന്തോ. ഏതായാലും ഈ മദ്യനയവും സർക്കാരിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന മദ്യനയവും പ്രകടന പത്രികയിൽ പറഞ്ഞ മദ്യനയവും തമ്മിലുള്ള എത്രത്തോളം നീതി പുലർത്താൻ കഴിഞ്ഞു എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും നമ്മുടെ സാങ്കേതികമായിട്ടാണെങ്കിലും നമ്മളെങ്ങനെയാണ് തോറ്റത് എന്നുള്ളത്. ഇതൊക്കെ തിരുത്തിയാൽ തന്നെ ഒരു പക്ഷേ നമുക്ക് അടുത്ത പ്രാവശ്യം നിലമ്പൂർ വിജയിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു സ്ഥാനാർത്ഥിനെ നിർത്തി കഴിഞ്ഞാൽ സ്വരാജ്യം ഞാൻ എന്തായാലും അവിടെ നിൽക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഗോവിന്ദമാഷ പോലുള്ള ആരെങ്കിലുമൊക്കെ നിർത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സുഖസുന്ദരമായിട്ട് അവരുടെ സൗകര്യത്തിന് ജയിച്ച. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണിട്ടോ, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു. ഇളം കള്ള് വേണ്ട രീതിയിൽ കൊടുത്താൽ പോഷക സമൃദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കള്ള് നമ്മുടെ നാടിന്റെ സ്വന്തം മദ്യമാണ്. അതിന്റെ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിക്കണം. വികസനത്തിന്റെ സ്വാദ് എല്ലാവരിലും എത്തണമെന്നും അതാണ് ഹാപ്പിനെസ് എന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഇളം കള്ള് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും പോഷക സമൃദ്ധമായി ഒന്നായിരിക്കും. അപ്പോൾ അതിന്റെ മറ്റു ചില ന്യായങ്ങൾ പറഞ്ഞു. ആ ന്യായങ്ങളൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ്. നയത്തിൽ അതെല്ലാം പറയേണ്ട കാര്യമില്ല. നയം നടപ്പാക്കുമ്പോൾ അതിലെന്തെല്ലാം കരുതലുകൾ വേണം, എന്തെല്ലാം നടപടികൾ വേണമെന്ന് ആലോചിക്കണം. അപ്പം നമ്മുടെ നാടിൻ്റെ മാറ്റത്തിന് ഉതകുന്ന കാര്യങ്ങളിതൊക്കെ ഓരോ നാടിനും ആ നാടിൻ്റെതായ സ്വന്തം ചില മദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ കള്ള്.